ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കിഡിലിന് ഒരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഓൾറെഡി വിന്നിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡിൽ നമുക്ക് എങ്ങനെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ട്രേഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായത്. ആൻഡ് അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ട്രേഡിൽ ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു ട്രേഡാണ്. സോ അതിൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ വിചാരിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റുകൾ വെച്ചുകൊണ്ടായിരിക്കും ഞാൻ ഈ ട്രേഡ് എടുത്തിട്ടുള്ളത്. ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്. സോ അതേതാണ് ചാർട്ട് പാറ്റേൺ എന്നും എങ്ങനെയാണ് ഞാൻ ആ ഒരു ട്രേഡ് കണ്ടെത്തിയിട്ടുള്ളതെന്നും എങ്ങനെയാണ് അവിടെ ഞാനൊരു മൾട്ടിപ്പിൾ ട്രേഡ്സ് എങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഒക്കെ വീഡിയോസ് ദിവസേന അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ യൂട്യൂബിനകത്ത് എന്നെയും ഈ ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ബിനോയ്. വെൽക്കം ടു മൈ വാൾ സ്ട്രീറ്റ്. ക്രിപ്റ്റോ കറൻസി ആൻഡ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഈ ഒരു ചാനൽ ചെയ്തു വരുന്നത്. സോ അത്തരം കോണ്ടന്റുകളിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ ട്രേഡിലേക്ക് പോകാം. സോ ഗൈസ്, ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത് ഒരു 5 minutes ടൈം ഫ്രെയിമിലാണെങ്കിലും ഞാനിതിൻ്റെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു 4 hour ടൈം ഫ്രെയിമിൽ നിന്നാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ മാത്രമല്ല എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ള പോലെ തന്നെ നമുക്കൊരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഏതൊരു ഡയറക്ഷനിലേക്കാണ് പോകാനായിട്ട് ചാൻസ് ഉള്ളത് എന്നുള്ളൊരു ഐഡിയ കിട്ടണം. സോ അതാണ് ഞാൻ ഈ ഒരു 4 hour ടൈം ഫ്രെയിമിൽ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ലാസ്റ്റ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഈ 4 hour ക്യാൻഡിൽ തൊട്ട് മുൻപത്തെ ബെയറിഷ് ആയിട്ടുള്ള ക്യാൻഡിലിനെ താഴെ വരെ പോയിട്ടുണ്ട്. താഴെ പോയി നല്ല രീതിയിൽ റിജക്ഷൻ കിട്ടിയതിന് ശേഷമാണ് അത് തിരിച്ച് മേലേക്ക് കയറുന്നത്. അതിനുശേഷം ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് മുകളിലാണ് ആ ഇപ്പോഴത്തെ കറൻ്റ്ലി ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു 4 hour ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് എ ബുള്ളിഷ് സൈൻ. ഓക്കെ, ഇവിടെ താഴെയുള്ള ലിക്വിഡിറ്റി എല്ലാം എടുത്തതിന് ശേഷം ഇവിടെ താഴെയുള്ള ഈ ലിക്വിഡിറ്റി എല്ലാം എടുത്തതിന് ശേഷം അത് മേലേക്ക് കയറുന്നു. മേലേക്ക് കയറിയിട്ട് തൊട്ട് മുൻപുള്ള ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിൻ്റെ മേലെ അത് ക്ലോസ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് എ ബുള്ളിഷ് സൈൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു അടുത്തതായിട്ടൊരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ വരാനും അല്ലെങ്കിൽ 1-2 ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസ് അടുത്തായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ ഞാൻ എത്തി. മാത്രമല്ല 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയപ്പോൾ നമുക്കിതാ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടുന്നുണ്ട്. ഇത് ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയാൻ പറ്റും. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓർഡേഴ്സ് എടുക്കാനായിട്ട് പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ട് ഇവിടെയുള്ള ഈ ഓർഡർ ബ്ലോക്കിനകത്തുള്ള ഓർഡേഴ്സ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യവും എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനൊരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രേഡ് എടുക്കാം, ഒരു ലോങ് പൊസിഷൻ എടുക്കാം. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ പോലും ഇവിടെ ഒരു റിവേഴ്സൽ സംഭവിക്കാനും അല്ലെങ്കിൽ പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകാനും നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാനും സാധിക്കും എന്നുള്ളൊരു ഐഡിയ ആണ് എനിക്കിവിടെ വന്നിട്ടുണ്ടായത്. പക്ഷേ എന്ന് കരുതി ചാടിക്കറി 4 hourലും 1 hourലും നമുക്ക് ഇത്തരത്തിൽ മേലേക്ക് പോകും, അവിടുത്തെ കുറച്ച് ലിക്വിഡിറ്റി എടുക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് ഓടിപ്പോയിട്ട് അവിടെ ഒരു ട്രേഡ് എടുക്കുകയാണ് ചെയ്യുക. ഒരിക്കലുമല്ല. നമ്മൾ നേരെ ഒരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോകാം. എൻ്റെ എൻട്രി ടൈം ഫ്രെയിം എന്ന് പറഞ്ഞത് 5 minutes ടൈം ഫ്രെയിമാണ്. സോ ഞാനൊരു 5 minutes ടൈം ഫ്രെയിമിലേക്ക് പോയി. ഈ 5 minutes ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അവിടെയാണ് നമ്മൾ എവിടെ എൻട്രി എടുക്കണം എന്നുള്ളൊരു കാര്യം കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളൊരു പാറ്റേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് എനിക്ക് കിട്ടിയിട്ടുള്ള പാറ്റേൺ കാണിച്ചു തരുന്നതിന് മുമ്പ് നിങ്ങൾക്കിവിടെ ഈ ഒരു പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ചാർട്ട് പാറ്റേൺ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പാറ്റേൺ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് പാറ്റേൺ ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒരു തീ ഇമോജി ഇട്ടുകൊണ്ട് സപ്പോർട്ട് രേഖപ്പെടുത്തുക. സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ള പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ഫോളിംഗ് വെഡ്ജ് ആണ്. ഈ ഒരു രീതിയിലൊരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ താഴെ വരയ്ക്കാൻ പറ്റും. സോ ഇതൊരു ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേൺ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൽ ഞാനൊരു ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൻ്റെ കാര്യങ്ങൾ ഞാനിവിടെ ഒരു എൻട്രി സെറ്റപ്പ് ഏത് രീതിയിലാണ് ഞാനവിടെ ഒരു എൻട്രി നോക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എൻട്രി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിറ്റിംഗ് ഫോർ എ വാലിഡ് ബ്രേക്ക് ഔട്ട് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ എൻട്രി എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ഞാൻ നമ്മുടെ സ്റ്റുഡൻസ് ഓൺലി ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് ഏകദേശം ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് ഇവിടെയാണ്. ഈ ഒരു ഏരിയയിലാണ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്. ഇവിടെയാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്. ആൻഡ് അവിടെയായിരുന്നു നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. ഏകദേശം ഈ ഒരു ഏരിയയിലാണ് ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത്. ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഈ ഫസ്റ്റ് ക്യാൻഡിലായിരുന്നു ഞാൻ എൻ്റെ എൻട്രി എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ക്യാൻഡിലാണ് ഞാൻ എൻ്റെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ലോക്ക് താഴെയാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. കാരണം എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, ഇതിനകത്ത് വെച്ചാൽ മതിയോ എന്നൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു അനാലിസിസ് ഈ ഒരു ബ്രേക്ക് ഔട്ട് അത് ഒരു ഫോൾസ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ പ്രൈസ് പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരണം.
അപ്പോൾ മാത്രമേ നമ്മുടെ ആ ഒരു ബ്രേക്ക് ഔട്ട് ഒരു ഫോൾസ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആവുള്ളൂ. അത് ഫോൾസ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ മാത്രം നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് ആയാൽ മതി. ചിലപ്പോൾ റീടെസ്റ്റ് താഴേക്ക് സംഭവിച്ച് തിരിച്ച് കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ടടിയിലായിട്ട് സ്റ്റോപ്പ് ലോസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രീവിയസ് ആയിട്ടുള്ള ലോക്ക് താഴെയാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. സ്റ്റോപ്പ് ലോസിനനുസരിച്ചാണ് ടാർഗറ്റ് വയ്ക്കുന്നത്. ഒരു 1:2 ആണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1:2 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെയായിട്ട് വരും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മേലെ ഇവിടെ ഏകദേശം ഒരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. സോ എന്തായാലും അവിടേക്ക് പ്രൈസ് തന്നിട്ടുള്ള ചാൻസ് നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ എൻട്രി സെറ്റപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ അത് കൃത്യമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻട്രി എടുത്തപ്പോൾ ഞാൻ എൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഇവിടെ ആ ഒരു ചാർട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി സെറ്റപ്പായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് എൻട്രി. ആദ്യത്തെ എൻട്രി ഇതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 0.0764 BTCയുടെ ഒരു ട്രേഡാണ് എടുത്തിട്ടുള്ളത്. അത്രയും ക്വാണ്ടിറ്റി ട്രേഡാണ് ഞാൻ ഈ ഫസ്റ്റ് എൻട്രി ആയിട്ട് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് എൻട്രി കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. സെക്കൻഡ് എൻട്രി കാണിച്ചു തരാം. സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് പ്രൈസ് അത്യാവശ്യം മുകളിലേക്ക് പോകുന്നു. പ്രൈസ് മുകളിലേക്ക് പോയതിന് ശേഷം പ്രൈസ് ഇവിടെ ഒരു ഫ്ലാഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ രീതിയിലൊരു ഫ്ലാഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ആ ഫ്ലാഗ് പാറ്റേൺ ബ്രേക്ക് ഔട്ട് ആയിട്ടുള്ള ആ ഫ്ലാഗ് പാറ്റേണിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുള്ള ഇവിടെയായിരുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് നീക്കട്ടെ. ഇവിടെയായിരുന്നു എൻ്റെ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത്. സെക്കൻഡ് എൻട്രി അതാണ്. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഫസ്റ്റ് ട്രേഡിൻ്റെ എൻട്രിയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് നമ്മുടെ മെയിൻ ടാർഗറ്റ് ആയിട്ടുള്ള ഇവിടേക്ക് തന്നെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം ഇവിടെ അത്യാവശ്യം പ്രൈസ് മുകളിലേക്ക് പോയി. ദെൻ നമുക്ക് പ്രൈസ് ജസ്റ്റ് താഴേക്ക് ഒരു ഫ്ലാഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ഫ്ലാഗിൽ നിന്നും ബ്രേക്ക് ഔട്ട് കിട്ടി. നമ്മൾ സെക്കൻഡ് എൻട്രി എടുത്തപ്പോൾ നമ്മുടെ പൊസിഷൻ്റെ സൈസ് കൂടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ പൊസിഷൻ്റെ സൈസ് 0.1305 BTCയുടെ ഒരു ട്രേഡ് കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എടുത്തിട്ടുള്ള 0.0746 BTCയുടെയും 0.1305 BTCയുടെയും രണ്ടും കൂടി ആകുമ്പോൾ അതിന് നമ്മുടെ പൊസിഷൻ്റെ സൈസ് കൂടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ഈ സ്റ്റോപ്പ് ലോസ് തന്നെ വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലോസ് സംഭവിക്കുമ്പോൾ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ലോസ് ആയിരിക്കും വരാം. ഞാൻ ഈ പൊസിഷൻ എടുത്തിട്ടുള്ള തന്നെ ചുമ്മാ കണ്ണും പൂട്ടി എടുത്തിട്ടുള്ളതല്ല. പ്രോപ്പറായിട്ട് പൊസിഷൻ സൈസിങ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലാതെ കണ്ണും പൂട്ടി തോന്നിയ പോലെ എടുത്തിട്ടുള്ളതല്ല. അപ്പോൾ നമ്മൾ ഈ പൊസിഷൻ കൂടിയത് കൊണ്ട് തന്നെ നമ്മുടെ മെയിൻ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ നമുക്കവിടെ ഹ്യൂജ് ലോസ് ആയിരിക്കും വരാം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി പ്രൈസ് മുകളിലേക്ക് ഇത്രയും പോയിട്ടുണ്ട്. സോ ഇനിയും താഴേക്ക് പോയിട്ട് ഉണ്ടായിരുന്ന പ്രോഫിറ്റ് കൂടെ ഇല്ലാതാക്കുന്ന ഹ്യൂജ് ലോസിൽ എൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല. പൊസിഷനും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ രണ്ടാമത്തെ എൻട്രി എടുത്തപ്പോൾ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കയറ്റി നമ്മുടെ എൻട്രിയിലേക്ക് വെച്ചു. ഞാൻ അതും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. SL2 എൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഞാനത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പ്രൈസ് താഴേക്ക് പോയാലും ഇതിപ്പോൾ താഴേക്ക് 2 ട്രേഡും താഴേക്ക് പോയാലും 2 ട്രേഡ് ഒറ്റ ട്രേഡ് ആയിട്ടുണ്ട്. രണ്ടും സെയിം ലോങ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ രണ്ടും ഒറ്റ ട്രേഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ട്രേഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഇത് കളയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രേഡിന് താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി പ്രൈസിലെത്തുമ്പോൾ അത് എക്സിറ്റ് ആവും. അപ്പോൾ എന്താ ഗുണം? നമുക്കവിടെ ലോസും ഇല്ല, പ്രോഫിറ്റും ഇല്ല, സേഫായിട്ട് ഇരിക്കാൻ പറ്റും. നമുക്കവിടെ ലോസും സംഭവിക്കുന്നില്ല, പ്രോഫിറ്റും സംഭവിക്കുന്നില്ല. ഒരു ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ എൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പ്രൈസ് മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ചെയ്യുന്നത് മണ്ടത്തരായിരിക്കും. കാരണം അത്രയും വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വീണ്ടും എൻട്രി പ്രൈസിലേക്ക് വന്നിട്ട് തിരിച്ച് കയറി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള നല്ലൊരു മാർക്കറ്റ് ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഞാൻ എൻ്റെ എൻ്റെ പൊസിഷൻ ഇവിടെ മാനേജ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ എൻട്രി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ശക്തമായിട്ട് തന്നെ പ്രൈസ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. കറക്റ്റായിട്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് റേറ്റ് പ്രൈസ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഈസി ആയിട്ട് അടിക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രെൻഡാണ്. കറക്റ്റായിട്ട് ഡൗൺ ട്രെൻഡായിരുന്നു. അവിടെ നിന്ന് കറക്റ്റായിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്യുന്നു. കൃത്യമായിട്ടൊരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. സോ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ എൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻഡ് കറക്റ്റായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ 0.2797 ടോട്ടലായിട്ട് നമ്മുടെ ട്രേഡ് എന്ന് പറയുന്നത് 0.2797 അത്രയും ക്വാണ്ടിറ്റി ഓഫ് ബിറ്റ് കോയിൻ ട്രേഡ് ആയിരുന്നു. ഏകദേശം $655 നിങ്ങൾക്ക് കാണാൻ പറ്റും. $655 പ്രോഫിറ്റ് നമുക്ക് ഈ ഒറ്റ ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഏകദേശം ഒരു 57,000 രൂപയോളം വരും ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത്. സോ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ്. സോ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്നും വളരെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതിലല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ബേസിക് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ പോലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് പോലും നിങ്ങൾക്ക് അടിപൊളി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ ചുമ്മാ പറയില്ല, ലൈവായിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. സോ ഇത്തരത്തിലുള്ള വീഡിയോസ്, ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ സപ്പോർട്ടെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ കാണിക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോ കാണാം.